ഹായ്, 30 ഡേയ്സ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് പ്രോഗ്രാമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ മനസ്സിലുള്ള അതായത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ റിമൂവ് ചെയ്യണം, എങ്ങനെയാണ് നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് ഓവർകം ചെയ്യണം, നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ ക്ലെൻസ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്തത്. എന്നാൽ ഈ വീഡിയോയിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ എങ്ങനെയാണ് കോൺഫിഡൻസ് ഉണ്ടാക്കുക, നമ്മൾക്കൊരു സെൽഫ് വർത്ത് ഉണ്ടാക്കുക, നമ്മളെ വിശ്വസിക്കാൻ പഠിക്കുക, നമ്മൾക്ക് കുറിച്ചുള്ള നല്ല ഇമേജ് മനസ്സിൽ സൂക്ഷിക്കുക, ഇതിനു വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നതിന് സഹായിക്കുന്ന കോൺഫിഡൻസ്, നിങ്ങളെക്കുറിച്ചുള്ള സെൽഫ് ബിലീഫ്, അതോടൊപ്പം തന്നെ നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ഇമേജ്, ഇതെല്ലാം ഉയരുകയും നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ബാക്കി കോൺഫിഡൻസ് ഉള്ളവർ ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ എന്നെക്കുറിച്ച് എന്താണ് ധരിക്കുന്നത്. മറ്റുള്ളവർ എന്തും പറഞ്ഞോട്ടെ, പക്ഷെ ഞാൻ എന്നെക്കുറിച്ച് എന്ത് വിശ്വസിക്കുന്നു, എന്ത് ചിന്തിക്കുന്നു, എൻ്റെ ഉള്ളിലുള്ള എന്നെക്കുറിച്ചുള്ള ഇമേജ് എന്താണ്. മറ്റുള്ളവർ ഏത് തരത്തിലും പറഞ്ഞോട്ടെ, അത് നല്ലതല്ല, അല്ലെങ്കിൽ കാണാൻ ഭംഗിയല്ല, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഫോൾട്ട് ഉണ്ട്, എന്ത് പറഞ്ഞാലും ഞാൻ എന്നെക്കുറിച്ച് അങ്ങനെ അല്ല ധരിക്കുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കുന്നത്. എൻ്റെ ഇമേജ്, എൻ്റെ ഉള്ളിലുള്ള എന്നെക്കുറിച്ചുള്ള ഇമേജ് പവർഫുൾ ആണെങ്കിൽ പിന്നെ നിങ്ങൾക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. മറ്റുള്ളവർ എന്ത് പറഞ്ഞാൽ നമുക്കെന്താണ്, മറ്റുള്ളവർ എന്ത് വിശ്വസിച്ചാൽ നമുക്കെന്താണ്, നമ്മളെക്കുറിച്ച് വിശ്വസിക്കുന്നത് എന്താണ്, അതാണ് പവർഫുള്ളായിട്ടുള്ള കാര്യം. നിങ്ങളെക്കുറിച്ച് ഏറ്റവും ബെസ്റ്റ് വിശ്വസിക്കുന്നതിന് വേണ്ടി, നിങ്ങളെക്കുറിച്ചുള്ള സെൽഫ് ഇമേജ്, ഏറ്റവും ഭംഗിയുള്ള പോസിറ്റീവായിട്ടുള്ള സെൽഫ് ഇമേജ് കൊണ്ടുവരുന്നതിന് വേണ്ടി, നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തെറാപ്പിയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. മിറർ തെറാപ്പി. ഇതിന് ചില സാധാരണ മിറർ തെറാപ്പിയിൽ നിന്നും കുറച്ചുകൂടെ വാല്യൂസ് ആഡ് ഓൺ ചെയ്തിട്ടുള്ള, സ്റ്റെപ്സ് ആഡ് ചെയ്തിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ തെറാപ്പിക്ക് 4 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ്, നിങ്ങളൊരു മിററിൻ്റെ മുന്നിൽ പോയി നിൽക്കുക. കംപ്ലീറ്റ്, അതായത് നിങ്ങളൊരു ഏകദേശം ഫുൾ പോർഷൻ കാണാൻ പറ്റുന്നതാണെങ്കിൽ വെരി ഗുഡ്. മിററിൻ്റെ മുന്നിൽ പോയി നിൽക്കുന്നതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. സ്റ്റെപ്പ് നമ്പർ 2, നിങ്ങളുടെ പേര് ആ കണ്ണാടിയിൽ നോക്കി, നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി, ഐബോളിൽ നോക്കിയിട്ട് നിങ്ങളുടെ പേര് വിളിക്കുക. ഹായ് ലിസി, അതേപോലെ നിങ്ങളുടെ പേര് വിളിക്കുക. സ്റ്റെപ്പ് നമ്പർ 3, അപ്രീഷിയേറ്റ് യുവർ സെൽഫ്. 3 കാര്യങ്ങൾക്ക് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം. കണ്ണിൽ നോക്കുന്നു, നിങ്ങളുടെ പേര് വിളിക്കുന്നു, 3 കാര്യങ്ങൾക്ക് നിങ്ങൾ അപ്രീസിയേഷൻ കൊടുക്കാൻ പോവുകയാണ്. ഒന്നാമത്, ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ അച്ചീവ്മെൻറ്റ്സ്, ഏറ്റവും റിമാർക്കബിൾ ആയിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് 2, 3, 4 ഒക്കെ എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി പറയുക, ഓ ഇത് നിനക്ക് ചെയ്യാൻ പറ്റിയില്ലേ, അത് സൂപ്പർബായിരുന്നില്ലേ, നീ അത് ഭയങ്കര അച്ചീവ്മെൻറ്റ്, നീ എക്സാമിനേഷന് പാസ്സായത്, നീ ക്വാളിഫൈ ചെയ്തത്, നീ ഇൻ്റർവ്യൂവിന് പാസ്സായത്, 3 മാർക്ക് കിട്ടിയത്, അവരൊക്കെ അപ്രീഷിയേറ്റ് ചെയ്തത് എത്ര നല്ലതായിരുന്നു, ഐ അപ്രീഷിയേറ്റ് യു. അങ്ങനെ പറയാം. അച്ചീവ്മെൻറ്റ്സ് പറഞ്ഞിട്ട് അപ്രീസിയേഷൻ കൊടുക്കുക. രണ്ടാമത്തത്, നിങ്ങൾ ഏതെങ്കിലും ഡിസിപ്ലിൻ കെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അപ്രീസിയേഷൻ കൊടുക്കാം. തീർച്ചയായിട്ടും രാവിലെ എല്ലാ ദിവസവും നീ 5:30 മണിക്ക് എഴുന്നേൽക്കുന്നില്ലേ, ഐ അപ്രീഷിയേറ്റ് യു. അല്ലെങ്കിൽ എല്ലാ ദിവസവും നീ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നില്ലേ, ഐ അപ്രീഷിയേറ്റ് യു. എത്ര തിരക്കുണ്ടെങ്കിലും നീ മറക്കാത്തൊരു കാര്യമല്ലേ വൈകുന്നേരം മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത്, അപ്രീഷിയേറ്റ് ചെയ്യും. നിങ്ങൾ എന്താണ് കൺസിസ്റ്റൻ്റായിട്ട് ഡിസിപ്ലിനായിട്ട് ചെയ്യുന്ന 1-2 കാര്യം എങ്കിലും എന്തായാലും ജീവിതത്തിലുണ്ടാവുമല്ലോ. ഇതൊന്നുമില്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ റൂം ഓർഗനൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. അതല്ല പ്ലാന്റിനെ നനയ്ക്കുന്നുണ്ടെങ്കിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. കൃത്യമായി ചെയ്യുന്ന, ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അപ്രീസിയേഷൻ, അത് പറഞ്ഞുകൊണ്ട് അപ്രീസിയേഷൻ കൊടുക്കാം. നമ്പർ 3, നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ചില ടെംപ്റ്റേഷൻസിനെ ഓവർകം ചെയ്ത മൊമെൻറ്റുകൾ എടുക്കുക. അതായത് പ്രലോഭനങ്ങളെ നിങ്ങൾ നോ പറഞ്ഞത്, അത് വളരെ പവർഫുള്ളാണ്. നിങ്ങളുടെ വിൽ പവർ കൂടും ഈ 3ാമത്തെ കാര്യം ചെയ്യുമ്പോൾ. പ്രലോഭനങ്ങൾ, തീർച്ചയായിട്ടും ചിലപ്പോൾ നമ്മൾ ഡയറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ സ്വീറ്റ്സ് അവോയ്ഡ് ചെയ്തിട്ടുള്ളത്, ഷുഗർ വേണ്ടാന്ന് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് നോ എന്ന് പറയാൻ കാണിച്ച ധൈര്യം, അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള കുറച്ച് ആളുകളിൽ നിന്നും ബോധപൂർവം നിങ്ങൾ ഡിറ്റാച്ച് ചെയ്തത്, ഇത് നിങ്ങളുടെ ഉള്ളിൽ കൊടുക്കുന്ന ഈ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് തരുന്ന
വിൽ പവർ വളരെ കൂടുതലാണ്. സോ അപ്രീഷിയേറ്റ് ഫോർ ദാറ്റ്. അത് കണ്ടുപിടിക്കുക, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 3, ഐ ലവ് യു ടു യുവർ സെൽഫ്. സേ ഐ ലവ് യു ടു യുവർ സെൽഫ്. നമ്മളോട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറയുക. വേറെ ആരും നമ്മളോട് ഇഷ്ടം പറയുന്നതിനേക്കാൾ എത്രയോ പവർഫുള്ളാണെന്നറിയോ നമ്മളോട് ഇഷ്ടം പറയുക എന്നുള്ളത്. അത് വളരെ ജെന്യുവിൻ ആയിരിക്കും, അത് വളരെ ഒത്തൻറ്റിക് ആയിരിക്കും, അത് വളരെ സിൻസിയർ ആയിരിക്കും, പ്യുവർ ആയിരിക്കും. കാരണം നമ്മളോട് പറയുന്നത് പോലെ വേറെ ആരും നമ്മളോട് പറയില്ല. സോ സേ ഐ ലവ് യു ടു യുവർ സെൽഫ്. ലിസി, നിന്നെ എനിക്ക് എത്ര ഇഷ്ടമാണെന്നറിയോ, എനിക്ക് നിന്നെ എത്ര ഇഷ്ടമാണ്. ഐ ലവ് യു മോർ ആൻഡ് മോർ ആൻഡ് മോർ എവറി ഡേ. ഓരോ ദിവസവും നിന്നെ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. സെൽഫ് ലവ് വളരെ പവർഫുൾ ടൂളാണ്. അവിടെ നിന്നാണ് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ തുടങ്ങുന്നത് തന്നെ. നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് നമ്മളെ അറിയുന്നതിലൂടെ, നമ്മളെ സ്നേഹിക്കുന്നതിലൂടെ, നമ്മളെ മനസ്സിലാക്കുന്നതിലൂടെയാണ്. സോ സേ ഐ ലവ് യു ടു യുവർ സെൽഫ്. അടുത്ത സ്റ്റെപ്പ് നമ്പർ 4, 4ാമത്തെ സ്റ്റെപ്പ്, ടേക്ക് ഇറ്റ് ആൻഡ് റിസീവ് ഇറ്റ് ആൻഡ് ടേക്ക് ഡീപ് ബ്രെത്ത്. അവിടെ നിന്നുകൊണ്ട് തന്നെ ഇത്രയും നമ്മളിലേക്ക് റിസീവ് ചെയ്യുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഒരു 5 to 7 ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ, ഡീപ് ബ്രെത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഈ ഒരു എക്സസൈസ് നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ, എസ്പെഷ്യലി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപ് ചെയ്യുകയാണെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഒരു 21 days നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സെൽഫ് ഇമേജ് മാറും, നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും, നിങ്ങളൊരു പുതിയ വ്യക്തിയായിട്ട് മാറും. യു ക്യാൻ റീജുവനേറ്റ് യുവർ സെൽഫ്. ട്രൈ ദിസ്. ഇനി മൈൻഡ് റീപ്രോഗ്രാമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ.